ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരു നേർച്ചേൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. അപ്പോൾ ആദ്യം തന്നെ സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി മാറ്റാം. മറ്റൊരു ബൗളെടുക്കുക. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായി എടുത്തിട്ട് നമ്മൾ കേക്കിനൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ബീറ്റ് ആയതിന് ശേഷം നമുക്ക് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ 1/2 കപ്പിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി. പൊടിച്ചിട്ടാകുമ്പോൾ 1 കപ്പ് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് 2-3 തവണ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ഫോം കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 തവണയായി ഇട്ട് കൊടുക്കണം. ഇടവിട്ടിട്ട് നമുക്ക് ഇളം ചൂടുള്ള പാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ യൂസ് ആക്കാറില്ല കേട്ടോ. വാനില സ്പഞ്ചാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ വാനില സ്പഞ്ചിൽ അങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കളറൊക്കെ ചേർക്കുമ്പോൾ അങ്ങനെയൊക്കെ കൊക്കോ പൗഡറൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഞാൻ ചേർക്കാറുള്ളൂ ബേക്കിംഗ് സോഡ. അല്ലെങ്കിൽ നല്ല സ്പഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത് വാനില സ്പഞ്ച്. ഇത് 1/2 kg വരുന്ന കേക്കാണ്. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ബട്ടർ പേപ്പറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഓയിലൊക്കെ ഒന്ന് ഗ്രേസ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ബട്ടർ പേപ്പറോ മൈദപ്പൊടിയൊന്നും സ്പ്രെഡ് ചെയ്യാണ്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് അടിയിൽ പിടിക്കുകയോ പിടിക്കില്ലേ എന്നുള്ള ഒരു എന്താ പറയുക പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇത് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കേട്ടോ അത് പഴയ ടിന്നൊന്നും എടുക്കാൻ പാടില്ല, പുതിയതായതുകൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഒന്ന് 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം ചൂടാറിയതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയിൽ തന്നെ കിട്ടും. ഞാൻ ഫസ്റ്റ് ഒന്ന് ചൂടാറാത്ത മുന്നേ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ ചൂടാറിയതിന് ശേഷം. അപ്പോൾ നല്ല അടിപൊളി സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കേക്ക് ഒന്ന് നടുഭാഗം ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ട്, ചെറുതായിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതവിടെ ഒരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ലെയർ കട്ട് ചെയ്തതിന് ശേഷമുണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ ഇതവിടെ നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പും കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഗനാഷൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കാം. സത്യാവസ്ഥയിൽ പറഞ്ഞു വെച്ചാൽ ഇത് 1/2 kg നമ്മുടെ വീട്ടിലേക്ക് തികയില്ല കേട്ടോ. അപ്പോൾ വീട്ടിലിപ്പം ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റ് വേറെ ആരുമില്ല കേട്ടോ, എൻ്റെ ഉമ്മയും ചെറിയ ബ്രദറും കേട്ടോ വരുന്നത്. പിന്നെ പോരാത്തതിന് നാത്തൂൻ്റെ മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ 1/2 kg എന്തായാലും തികയില്ല. പിന്നെ ഇവിടെ ക്രീം ബാലൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ള ക്രീമിൽ ഒപ്പിക്കൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ ഒപ്പിച്ചെടുക്കുകയാണ്. ഞാൻ വേറെ ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫഹദ് കുട്ടിക്ക് യെല്ലോ കളറിലെ കേക്ക് വേണം പറഞ്ഞപ്പോൾ പിന്നെ ആകെ മൊത്തം അടിമുടി മാറ്റിയെടുത്തതാണ്. അപ്പോൾ ക്രീം അധികം ഇല്ലാത്തത് കൊണ്ട് ചെറുതായിട്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ക്രീം കുറച്ചും കൂടി നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്തത് കുറച്ചും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഡിസൈൻ ചെയ്ത് ഗൈസ് ആകെ മൊത്തം കൊളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആകെ മൊത്തം എന്തോ ഓവറായി പോയ പോലെ തോന്നിയിട്ട ഡിസൈന്. അങ്ങനെ ഇതവിടെ കുറച്ച് ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കേട്ടോ ഡിസൈനും കാര്യങ്ങളൊക്കെ. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഡിസൈനൊന്നും. ഉള്ളിൽ വരച്ചിട്ടുള്ള ആ ലൈൻസ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ മുകൾ ഭാഗത്ത് ടോപ്പിൽ വരച്ചിട്ടുണ്ടല്ലോ, ആ ലൈൻസ് ഉള്ളിൽ അങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരയ്ക്കണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കേക്ക് നല്ല പീസ് കൂടുതൽ കിട്ടാനായിട്ട് ഇതുപോലെ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാനും സാധിക്കും. കുറച്ചധികം തന്നെ പീസ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സ്ക്വയർ കേക്ക് ആകുമ്പോൾ നമുക്ക് അധികം പീസ് കൂടുതൽ കിട്ടും. റൗണ്ട് കേക്കിൽ പീസ് കൂടുതലിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ അവിടെ ആന വന്നിട്ടുണ്ട് കേട്ടോ, ചന്ദനക്കുടത്തിൻ്റെ
ഏരിയയിലേക്ക് ഉള്ള ആനയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോണ നേർച്ചയാണ്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്നിട്ട് ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ ആനയൊക്കെ പോയതിന് ശേഷം നമ്മൾ ഫുഡ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, ബിരിയാണിയും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി നമ്മുടെ ഫഹദൂട്ടി കഴിക്കില്ല. അപ്പോൾ നെയ്ച്ചോറ് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ 1 കപ്പ് അരി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അടിയിൽ പിടിക്കുകയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇതവിടെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ നമ്മൾ വിസിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഇതവിടെ ബിരിയാണിക്കുള്ള ദമ്മിട്ടു. അതൊക്കെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊരു വൈകിട്ട് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നേർച്ച കാണാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതവിടെ വഴിയിലൊക്കെ നമ്മൾ കുറേ നേർച്ചകളും കാര്യങ്ങളും എല്ലാം കളികളും ഒക്കെ കണ്ട് നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് അനിയന് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അനിയൻ്റെ ഒപ്പം ഒന്ന് നമ്മൾ റോഡ് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതവിടെ എത്തിയിട്ട് കുറച്ച് നേരം ഒരു സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നേർച്ചയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് കാണാൻ. പിന്നല്ലേ നേർച്ച ഞാൻ ലൈവ് ഇട്ടിട്ട് കാണിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനും നമ്മുടെ ലൈറ്റിൻ്റെ പ്രോബ്ലവും ഒക്കെ കൊണ്ട് നമ്മുടെ വീഡിയോ ക്ലാരിറ്റി കുറവ് പോലെ തോന്നി കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് ലൈവ് ഇടാമെന്ന് വെച്ചാൽ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ വീഡിയോനെ ഡിലീറ്റ് ചെയ്ത് വിട്ടു കേട്ടോ. പിന്നെ അങ്ങനെ ലൈവ് ക്ലോസ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ കുറച്ച് തന്നെ ഞാൻ നേർച്ചേൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.